أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والسماء والطارق وما أدراك ما الطارق النجم الثاقب إن كل نفس لما عليها حافظ. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു ത്വാരിഖ്, അതിലെ ആദ്യത്തെ 4 ആയത്തുകളാണ് ഓതിവെച്ചത്. അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ വത്വാരിഖ്. വസ്സമാഇ, ആകാശം തന്നെയാണ് സത്യം. വത്വാരിഖ്, ത്വാരിഖും തന്നെയാണ് സത്യം. വമാ അദ്റാക, താങ്കൾക്ക് എന്തറിയാം മത്വാരിഖ്, എന്താണ് ത്വാരിഖ് എന്ന് പറഞ്ഞാൽ? അന്നജമു സാഖിബ്, അന്നജമു നക്ഷത്രമാണ്. അസാഖിബ്, തുളച്ചു കയറുന്ന രശ്മികളുള്ള. ഇൻ കുല്ലു നഫ്സിൻ, ഒരു ആളും തന്നെയില്ല. ലമ്മ അലൈഹ, അതിൻ്റെ മേലില്ലാതെ. ഹാഫിള്, ഒരു നിരീക്ഷകൻ. ആകാശത്തെയാണ് ഇതിൽ അള്ളാഹു ആദ്യമായി സത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നീട് ആകാശത്തുള്ള ത്വാരിഖിനെയും. ത്വാരിഖ് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വരുന്നതാണ്. പകൽ സമയത്ത് വരുന്നതിനെ ത്വാരിഖ് എന്ന് ഉപയോഗിക്കാറില്ല. അത്വാരിഖ്, വമാ അദ്റാക ത്വാരിഖ്, ത്വാരിഖ് എന്നാൽ എന്താണെന്ന് താങ്കൾക്ക് എന്തറിയാം? അന്നജമു സാഖിബ്, തുളച്ചു കയറുന്ന രശ്മികളുള്ള നക്ഷത്രമാണ്. സുറയ്യ നക്ഷത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തീക്ഷ്ണമായ പ്രകാശം 7 ആകാശത്തെയും തുളച്ചു കയറാൻ മാത്രം കെൽപ്പുള്ളതാണെന്നത്രേ. സാഖിബ് രാത്രിയിൽ വരുന്നതാണ്. അതിശക്തമായ തുളച്ചു കയറുന്ന, ഉള്ളിലേക്ക് എത്തുന്ന രശ്മികളുള്ള നക്ഷത്രമാണ് അത് എന്ന് തന്നെയാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഒരു വിശദീകരണം എന്നോണം ഒരു ഹദീസ് ഇപ്രകാരം കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അബൂ താലിബ് ഒരു ദിവസം വിരുന്നിനെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് റൊട്ടിയും പാലും ഒക്കെ നൽകി സ്വീകരിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നക്ഷത്രം താഴെ വീണുടഞ്ഞു. തുടർന്ന് മഴയും ഭയങ്കരമായ അഗ്നിയുമുണ്ടായി. അത് കണ്ട് അബൂ താലിബ് പറ്റെ ഭയന്നു പോയി. അദ്ദേഹം ചോദിച്ചു, എന്താണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശത്ത് നിന്ന് എറിയപ്പെട്ട ഒരു നക്ഷത്രമാണത്. അത് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം എന്ന നിലയിൽ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴാം. അത് തന്നെയാണ് ഇവിടെ പരാമർശിക്കുന്നതും. അഥവാ അതിശക്തമായ രശ്മികളുള്ള നക്ഷത്രത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ഇൻ കുല്ലു നഫ്സിൻ ലമ്മ അലൈഹ ഹാഫിള്, ഒരൊറ്റ മനുഷ്യനുമില്ല, ഒരാളുമില്ല, അവൻ്റെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിരീക്ഷകനില്ലാതെ. ആ നിരീക്ഷകൻ ആരാണ് എന്ന കാര്യത്തിൽ സഹാബാക്കൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അള്ളാഹു തന്നെയാണെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനശ്വരമായി നിലനിൽക്കുന്നതാണ്. മനുഷ്യരൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പം എല്ലാ സമയത്തും എല്ലാവരെ സമയത്തും നിരീക്ഷിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിലകൊള്ളുന്നു. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്ന മലക്കുകൾ, ആ മലക്കുകളും അങ്ങനെ തന്നെയാണ്. മനുഷ്യരുടെ എല്ലാ ചെയ്തികളും രേഖപ്പെടുത്തുകയും നോക്കുകയും ചെയ്യുന്നതിലുപരിയായി അതിൻ്റെ കൂടെ തന്നെ ആ മലക്കുകളാണ് അവൻ്റെ ഉപജീവനം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ ഉപജീവനം ഇവയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ദുനിയാവിലെ കാലാവധി പൂർത്തിയായാൽ അവർ അള്ളാഹുവിന് മുമ്പിൽ എത്തിക്കുക എന്ന ജോലിയും ചെയ്യുന്നത് ഈ മലക്കുകളാണ് എന്നർത്ഥം.
മനുഷ്യന് വേണ്ട എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കാവൽ ജോലി, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലുമുള്ള ഇടപെടലുകൾ എല്ലാം ചെയ്തുകൊണ്ട് മലക്കുകൾ അവൻ്റെ സന്തത സഹചാരിയായി രാവും പകലും കൂടെയുള്ളതാണ്. ചെറിയ കുട്ടികളൊക്കെ വാഹനം ഇടിച്ച സമയത്തൊക്കെ രക്ഷപ്പെടുമ്പോൾ നമ്മൾ പറയും ഭാഗ്യം. പക്ഷെ അതേസമയം മലക്കുകൾ അവയെ രക്ഷപ്പെടുത്തുകയാണ്. അവരവരെ വാരിയെടുത്ത് അപ്പുറത്തേക്ക് മാറ്റുകയാണ്. സമയമായിട്ടില്ല, അതുകൊണ്ട് അവരവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ ചില ആളുകൾ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ അത് ഭാഗ്യമെന്നല്ല, നമ്മുടെ കൂടെ നിരന്തരമായി എപ്പോഴും കൂടെയുള്ള മലക്കുകളാണ് അവരെ രക്ഷപ്പെടുത്തുന്നതെന്ന് കാണാം. ആ മലക്കുകൾ അതുപോലത്തെ മലക്കുകൾ തന്നെയാണ് നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ ചെയ്തികളൊക്കെ രേഖപ്പെടുത്തുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായ ജീവിതമേ ഇവിടെയുള്ളൂ. ആ സമയത്ത് എല്ലാ കാര്യങ്ങളിലും സത്യസന്ധതയും നീതിയും പുലർത്തിക്കൊണ്ട്, നല്ല വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിന് അവകാശികളായി തീരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കട്ടെ. എല്ലാ കുറ്റങ്ങളും കുറവുകളും അള്ളാഹു നമുക്ക് നികത്തി തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.